ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഹൗസ് വാർമിങ്ങിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ നീല ചുരിദാറിട്ട് നമ്മുടെ സൗമ്യ ചേച്ചി വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓട്ടിപ്പാഞ്ഞ് കയറി വരുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹൗസ് വാർമിങ്ങോ അല്ലെങ്കിൽ ഒരു കല്യാണമോ വന്നിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരും കേട്ടോ. അതെന്തോ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ആയിരിക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബക്കാരുടെ വീട്ടിൽ മാത്രം കുറച്ച് ദിവസം മുന്നേ വരും. അടുത്തുള്ളവരുടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ തലേ ദിവസം അല്ലെ പിറ്റേ ദിവസമോ ചെന്നിട്ട് നമ്മൾ ഫുഡും കഴിച്ച് കൊടുക്കാൻ എന്തെങ്കിലും ഗിഫ്റ്റും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോയിട്ടിങ്ങ് പോരും കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എൻ്റെ ഒരു നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രദേശത്ത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തൊട്ടിപ്പാലം കൂടൽ എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങനെയല്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് നമ്മളെ സഹായിക്കും. എന്ത് വീട്ടിൽ പരിപാടി ഉണ്ടായാലും സഹായിക്കും. പിന്നെ എനിക്കറിയത്തില്ല അവരെന്നെ പറ്റിക്കാൻ പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവരുടെ കൂടെ പണി ചെയ്യുന്ന കണ്ടപ്പോൾ അവരെന്നെ സമ്മതിച്ചില്ല കേട്ടോ ചെയ്യാൻ. ഞാൻ മീൻ മുറിക്കാനൊക്കെ ചെന്നിട്ട് തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ മുറിച്ച്, പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവർ പറയുന്നത്. നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിലും ആ വീട്ടിലുള്ളവർ തലേന്നും പിറ്റേന്നും പണി ചെയ്യാൻ പാടില്ല, അവർ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് സത്യമാണോ എന്നറിയില്ല. ഞാൻ മീൻ മുറിക്കുന്നൊക്കെ കണ്ടിട്ടാണോ എന്നും എനിക്കറിയത്തില്ല അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും ഉണ്ട് ഇതാ മാളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പിന്നെ വീഡിയോ എടുക്കുന്നതിന് ഇങ്ങനെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടുകാരാണേ നമ്മളൊരു വീഡിയോയിലൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവൾ അതിൽ വന്നു ഇതിൽ വന്നു. അപ്പോൾ പിന്നെ എന്ത് തോന്നിയെടുക്കും, നമ്മുടെ വീട്ടിലുള്ളവർക്ക് പിന്നെ ഒരു ചെറുതായിട്ടൊരു ഇളക്കം തൊട്ടും. അങ്ങനെ അവളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവൾ പിന്നെ വീഡിയോയിലില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞു എടി പറയുന്നവർ പറയട്ടെ, നമ്മൾ അവരുടെ ചെലവിലല്ലല്ലോ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കുറേ കുപ്പികളും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. അതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അവിടെ കപ്പയും മീൻകറി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചക്കയും മീൻകറി ഉണ്ടായിരുന്നു. എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഷിജി ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ, ഞാൻ ഒരു ഇച്ചിരി കഴിച്ചുള്ളൂ, എനിക്ക് എന്തോ കഴിക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബാക്കി കഴിച്ചത് ഷിജി ആൻറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ചക്കയാണ്, ആദ്യമായിട്ട് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് മാള് മുഖം പുത്താണ്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുത്താലേ വീഡിയോയിൽ ഒരാൾ വരുന്ന കണ്ടപ്പോഴേക്കും ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവരൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ കുക്കുവിൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ. പിന്നെ അവർക്ക് പിന്നെ ചെറിയായിട്ട് മടിയുണ്ട് വീഡിയോയിൽ വരാൻ. ഞാൻ വിട്ടുകൊടുക്കൂലെന്ന് എല്ലാത്തിനും കിട്ടുന്ന പോലെ ഞാൻ വീഡിയോയിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അതുകൊണ്ട് അവിടെ ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. രാത്രിക്കേക്കും പിറ്റേ ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ പിള്ളേർ സെറ്റ് ഇവിടെ വന്നിട്ട് കളിക്കലും പിറക്കലൊക്കെയാണ് കേട്ടോ. ഇവരൊക്കെ കൂടി ഒരു ഇതായിട്ടാണ് കേട്ടോ. അവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഒരുമിച്ചൊക്കെയാണ് അവരവിടുന്ന് കളിക്കുന്നു. പിന്നെ ബിനീഷേട്ടന് ഇവിടെ തകൃതിയായ ബെല്ലുവെക്കലായിരുന്നു. ആള് വേറൊന്നുമല്ലെന്നേ, ടൂറ് പോയിട്ട് എന്താ പറയുക ഹൗസ് വാർമിങ്ങിൻ്റെ തലേന്ന് രാവിലെയാണ് എത്തിയത്. പിന്നെ വേഗം വന്നിട്ട് ബെല്ലും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. ഇതാണ് നമ്മുടെ പൗത്രേട്ടൻ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കിടന്ന് ഈ ചൊറിയാൻ നമുക്കൊക്കെ മിടുക്ക് കൂടുതലാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ശശിയേട്ടനും സൂര്യേട്ടനും ഒക്കെ കൂടിയിട്ട് വൈകുന്നേരത്തേക്കുള്ള കപ്പ ബിരിയാണി ആക്കുന്നു. ലാലിയൻ്റെയും ബിജിപ്പാപ്പനും അവിടെയുണ്ട്, ഷീന ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ പണിയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവർ രാത്രിക്കേക്കുള്ളതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ബിജുപ്പാപ്പനും ഇടയ്ക്ക് വന്ന് നടക്കും, അതേപോലെ തന്നെ ലാലിയാൻ്റി ഇടയ്ക്ക് വന്ന് വിളക്കും. വേറൊന്നുമല്ല, നമ്മുടെ ബെല്ലം ഒരുക്കാൻ വെച്ചിരിക്കുക. രാത്രി ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. പിറ്റേന്ന് വരുന്നവർക്ക് ചായക്ക് ഉണ്ണിയപ്പം കൊടുക്കാൻ, അതിന് വേണ്ടിയിട്ട് അവരെന്തുകൊണ്ട് എടുത്തു വേഗം അതിനൊക്കെ ഒന്ന് റെഡിയാക്കുന്നു. അപ്പുറത്തെ കുറച്ച് പേര് നമ്മുടെ കപ്പ പൊളിച്ചിട്ട് അതും കഴുകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പുതിയ വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് ബിനീഷ് ചേട്ടന് വേഗം നമ്മുടെ രൂപം വെക്കുന്നു. ഉള്ളിൽ മമ്മീനെയും ചാച്ചനെയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രൂപം അവിടെയും വെച്ചിട്ടുണ്ട്. പിള്ളേർ
ബിനീഷേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിക്കുന്നു. പിന്നെ ലാലി ആൻറ്റി, ഷീനേച്ചി ആണോ അല്ല ലിജീച്ചി, അവർ ആരൊക്കെയുണ്ട്, അവരെല്ലാവരും കൂടെ തേങ്ങ ഒരുക്കലും പറക്കലൊക്കെയാണ്, തേങ്ങ അരിയാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിനുള്ള. അപ്പോഴേക്കും പിന്നെ രാത്രിയായപ്പോഴേക്കും ഓരോരുത്തർ ഓരോ വശത്തൊക്കെയാണ്. പിന്നെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഒച്ചയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കില്ല പാട്ട്. അപ്പം ചിലർ വന്ന് ഓഫാക്കും, ചിലർക്ക് ഇഷ്ടമുള്ള പാട്ട് അങ്ങനെ വെക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പ്രിയാൻ്റെയും ലാലിയാൻ്റെയും ഇത് അവിടെ ഇരുന്നിട്ട് അവരെന്തൊക്കെയോ കൊച്ചു വർത്താനവും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവർ രണ്ടും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയാൻ്റി എന്തോ വീഡിയോ എടുക്കുവാന്ന് തോന്നുന്നു എന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു വേഗം എണീറ്റ് വന്നു. പിന്നെ അപ്പം നമ്മുടെ ഇതാണ് കേട്ടോ നടുക്കത്തെ റൂം, അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, 2 റൂമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അവൻ്റെ ഇത് കുക്കുവിൻ്റെ റൂം ഇതാണ്. കുക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി എന്തൊക്കെയോ ചെയ്യുന്നതാണ്. ഇവർ പിള്ളേർ സെറ്റ് ഇവിടെയുണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ ഇതാണ്. ഒന്നാമത്തെ കിച്ചൺ ഇതും, രണ്ടാമത്തെ കിച്ചൺ അതും. പിന്നെ പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാപ്പനാട്ടോ, ബോബി പാപ്പൻ. പിന്നെ ചന്ദ്രേട്ടൻ അവിടെയുണ്ട്, ബിനീഷേട്ടനുണ്ട്, അവരെല്ലാവരും അവിടെയുണ്ട്. പിന്നെ അവർ അവിടെ നിന്നാണ് കേട്ടോ വിളമ്പുന്നതൊക്കെ, ഭക്ഷണം വിളമ്പുന്നത്. പിന്നെ ഞാൻ വീഡിയോ അല്ല ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും പിടിച്ചിരുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും പഴയ വീട്ടിൽ വന്ന് വീണ്ടും നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയാണ് കുറച്ച് നേരം ഇവിടെ നിന്നാൽ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നാൽ 5 മിനിറ്റ് അവിടെ വെക്കും. ഇങ്ങനെയാണ് കേട്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ഓട്ടം. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കപ്പ ബിരിയാണി വിളമ്പി തുടങ്ങി. പക്ഷെ ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. വേറൊന്നുമില്ല, പല്ലുവേദന കാരണം. ഇതും നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ നാടിൻ്റെ ഒരു ഒത്തൊരുമ. ഇത് കണ്ടോ, അടുത്ത് അവർ രാത്രി വന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. അവരെല്ലാവരും പോയി കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. കാരണം ഉണ്ണിയപ്പം ഉണ്ടാക്കണം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു ഒത്തൊരുമ ഏതേലും നാട്ടിലുണ്ടോ മക്കളെ? എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ വേറെ ഒരു സ്ഥലത്തും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണേലും പലരോടും പറഞ്ഞപ്പോഴും അവരൊന്നും പറഞ്ഞേ അതുപോലെയൊന്നുമില്ല. അവരുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പോയി ഫുഡ് കഴിക്കുക, പിന്നെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇങ്ങ് പോരും, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇതെന്തോ നമ്മുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു നാട്ടിൽ നമ്മൾ വന്നത് തന്നെ. അപ്പോൾ അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റത്തില്ല. ഇത് കഴിയാണ്ട് അവർക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവരോട് പൊക്കോളാനൊക്കെ പറഞ്ഞു, പക്ഷെ അവർ കഴിയാണ്ട് അവിടെ നിന്ന് എണീക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അവരുണ്ടാക്കുന്നു, ഞാനിപ്പുറം ഇരുന്ന് കഴിക്കുന്നു, അവരുണ്ടാക്കുന്നു, ഞാനിപ്പുറം ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവരോട് ഒന്നുകൂടി ഒഴിക്കാൻ പറയാനും. പിന്നെ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ ഇതാ ബോപ്പാപ്പനുണ്ട്. വീണ്ടും ഞാൻ നമ്മുടെ പഴയ വീട്ടിൽ വന്നു, അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്നെ തലയിലൊന്ന് നോക്കി താടാന്ന് പറഞ്ഞപ്പോൾ അവൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് നോക്കുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരുത്തനാണ് കേട്ടോ ഇവനെ ആദ്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാനൊക്കെ ഒരു ബേക്കോട്ടായിരുന്നു. ഇപ്പോഴാട്ടോ എല്ലാം സെറ്റായി വന്നത്. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര കാര്യമാണ് ഇവൻ നമ്മളോട് എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമാണ് കേട്ടോ. ഇവനാണേലും ഇവൻ്റെ അപ്പനാണേലും അതേപോലെ തന്നെയാണ്, മൊത്തത്തിലാണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവനോട് പറഞ്ഞതിൻ്റെ പേരിൽ എടുക്കുന്നത്. അവൻ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ എടുക്കുന്ന വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൊച്ചുറാണിയൻ്റെ ഒക്കെ വന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല്ലുവേദനയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്ത ചോറ് അങ്ങനെ ബാക്കി വെച്ച് ഞാൻ പിന്നെ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കൊച്ചുറാണിയൻ്റെ പറഞ്ഞത്, എന്നാൽ പിന്നെ ഞാൻ വാരിത്തരാം, നിങ്ങൾ വീഡിയോ എടുത്തോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമുക്ക് വീഡിയോയും കൂടെ എടുക്കാമെന്നും പറഞ്ഞ് ഭക്ഷണവും കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും, എനിക്കും ലാലിയാൻ്റിക്കും ബോപ്പാപ്പനും മാളുവിനും ഒക്കെ മാറി 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 ഫുഡ് എടുത്ത് വാരി തന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഇലയിൽ ഭക്ഷണവും തീർന്നു. അത് കഴിഞ്ഞ് കുറച്ച് പേര് എന്താ പറയുക തറവാട്ടിലേക്ക് പോയിട്ടോ, പാപ്പൻ്റെ വീട്ടിലേക്ക് മലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റോണിച്ചേട്ടായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റീൻ്റെ മോന്. ഇതാ റോണിച്ചേട്ടായി ലച്ചുവിനെയും അല്ലുവിനെയും ഒക്കെ എടുത്തുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഹൗസ് വാർമിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് ഹൗസ് വാർമിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു വീഡിയോയേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.